ഹായ് ഗൈസ്, ഇന്ന് ഞാനും അമ്മയും ചിറ്റയും കൂടി തൈപ്പൂയം കാണാൻ പോകും അമ്പലത്തിലേക്ക്. അപ്പോൾ ചിറ്റയുടെ വീട് അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ചിറ്റയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. താൻ പാതി ദൈവം പാതി എന്നല്ലേ, എൻ്റെ പാതി ഞാൻ ചെയ്തു, ദൈവത്തിൻ്റെ പാതി ദൈവവും ചെയ്തു. ഇത്തവണത്തെ ഫൈനൽ എക്സാമും ഞാൻ വിജയിച്ചിരിക്കുന്നു. എപ്പോഴത്തെയും പോലെ ചിറ്റ എനിക്ക് നല്ലൊരു പായസം വെച്ച് തന്നു. ഇനി ഞങ്ങൾ ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകുവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ചു നേരം നിന്ന് കാവടിയൊക്കെ കണ്ടു. ഇവരുടെ ഒപ്പം ഞങ്ങളും നടന്ന് അമ്പലത്തിലേക്ക് പോകുക. കുറേ നാളായി ഇതൊക്കെ കണ്ടിട്ട്. പഠിക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം നടക്കുന്ന സമയത്ത് ലീവ് കിട്ടത്തില്ല. പണ്ട് ഇതൊക്കെ കണ്ടിട്ടുള്ള സമയത്ത് കാവടി മാത്രമല്ല ശൂലം കുത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല, അതൊക്കെ നിർത്തലാക്കിയെന്ന് പറയുന്നു. ഈ കാണുന്നതാണ് തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന മഞ്ജു മുരുകൻ്റെ അമ്പലം. വലിയ ആൾക്കാർ മാത്രമല്ല, കുഞ്ഞു കുട്ടികളും ഒക്കെ എടുക്കുന്നുണ്ട് കാവടി. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് മുളക് വെച്ചൊക്കെ കഴിച്ച് പിന്നെയും കാണാൻ പോയി. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ അകത്ത് മുരുകൻ ഇരിപ്പുണ്ട്. പക്ഷേ ഈ വെട്ടം കാരണം നല്ലപോലെ എടുക്കാൻ പറ്റുന്നില്ല. ആളുകൾ കൂടുതലായതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലേക്കും കയറി എടുക്കാൻ പറ്റില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഗൈസ്. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ ലൈവായിട്ട് കുറച്ച് പോർഷൻ മാത്രം അഭിനയിച്ച് കാണിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതുമല്ല, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഫേസ് ഒട്ടും കാണാനും പറ്റുന്നില്ല. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഗൈസ്, ആരെയോ കൊല്ലുവാണ്. അപ്പോൾ ഇതുകൂടെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയും കാണാനുണ്ട് കേട്ടോ. തൈപ്പൂയായ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ബൈ.